ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർഷ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തേ നിനക്ക് തോന്നുന്നുണ്ടോ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, സച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുവാണേ. വർഷ പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റാത്തൊരു സമയമാണല്ലോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അതും ശരിയാ, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാലോ എന്നൊക്കെ പറയുവാണേ. അത് കഴിഞ്ഞ് കാണുന്നത് രേവതി ഫോണും ചെയ്ത് സ്പീഡിൽ ഗേറ്റും തുറന്ന് പുറത്തോട്ട് ഇറങ്ങുവാണേ. സച്ചിൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്, പക്ഷെ സച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പം നോക്കുമ്പോഴേക്കും സച്ചിയുടെ കാറ് ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുവാണ്. സച്ചി കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും രേവതി നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവാണേ, അത് പിന്നെ ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നില്ലേ രേവതി, ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത്, നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ സച്ചിയേട്ടനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഈ സമയത്ത് അങ്ങനെ എന്നെ കാണാനൊന്നും തോന്നാറില്ലല്ലോ, എന്തുപറ്റി, എന്നോട് പെട്ടെന്ന് സ്നേഹം വല്ലതും കൂടിയോ, നമുക്കൊന്ന് പുറത്തിറങ്ങി കറങ്ങിയിട്ടൊക്കെ വന്നാലോ എന്ന രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നമ്മളെ മൊത്തത്തിൽ പുറത്താക്കുന്ന പരിപാടിയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എന്താ രേവതി നീ എന്താ ഈ പറയുന്നേ, മുഖത്തെന്താ ഇത്ര ഗൗരവം എന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അകത്തെ ഒരു പഞ്ചായത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുവാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, ആരാ ഇന്നത്തെ കാരണം, അമ്മയാണോ, അമ്മ എന്ത് പ്രശ്നമാണ് പുതിയതായിട്ട് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയൊന്നും അല്ല പ്രശ്നം, നിങ്ങളുടെ ചേട്ടനാ പ്രശ്നം എന്ന് പറയുവാണ്. ഓട്ടക്കാരനോ, അവനെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണേ. സച്ചേട്ടൻ ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്കണം എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തോ കാര്യമാണ് നീ പറയാൻ പോകുന്നത്, ശരി പറ കേൾക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. നിങ്ങളുടെ ചേട്ടൻ്റെ ഷോപ്പിലോട്ട് 2 കത്തുകൾ, പേരില്ലാത്ത 2 കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വരും, അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നേ. പേരോ നാളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഊമക്കത്തായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതാരാ ഇങ്ങനെയൊക്കെ കത്തെഴുതി അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇവൻ പേടിച്ച് വിറച്ച് നിൽക്കുമായിരിക്കുമല്ലോ അകത്ത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെ കത്തെഴുതിയ ചേട്ടനെ പേടിപ്പിച്ച് വിറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സച്ചിയേട്ടനാണെന്നാ അദ്ദേഹം പറയുന്നതെന്ന് പറയുവാണ്. എന്ത് ഞാനോ, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ കത്തെഴുതുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമ്മളോട് 2 പേരോടും ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവൻ എന്തിൻ്റെ അസുഖം, അകത്തില്ലേ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്ന് അകത്ത് പോകാൻ പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്ക്, ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ദേഷ്യമൊന്നും പെടരുത്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും രേവതി, എൻ്റെ തലയിലല്ലേ കുറ്റം മൊത്തം ചുമത്തി തന്നിരിക്കുന്നത്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സച്ചേട്ടനും കൂടി അത് അവരെ ഒന്ന് സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുവാണേ. സച്ചിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിരിക്കുവാണേ. സച്ചി പറയുന്നുണ്ട്, രേവതി ഇവരോട് സമാധാനത്തോടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വരാണ്ടിരിക്കുമായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ അവനൊരു സമാധാനവും ഇല്ലെന്ന് തോന്നുന്നു, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗേറ്റും തള്ളി തുറന്ന് സച്ചി നല്ല ദേഷ്യത്തിൽ അകത്തോട്ട് കയറുവാണേ. രവീന്ദ്രൻ ഈ ടൈമിൽ അവിടെ സുധിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാ സുധി ഇത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ആ സച്ചിയുടെ പണിയാ, ഓരോ കത്തെഴുതി മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, അവനെ ഇങ്ങനെ ചെയ്യുള്ളൂ, അവൻ ഡെയിലി ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് നടക്കുക, ആ മര്യാദക്ക് അവർ 2 പേരും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ പിടിച്ച് പുറത്താക്കിയേക്കണം എന്ന് പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്, നിനക്ക് എന്താ ചന്ദ്രേ, ആകെ ഈ വിചാരം മാത്രമേ ഉള്ളൂ, വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കല്, എന്താ നടന്നതെന്ന് പോലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ഉറപ്പിച്ച് പറയുക, അവൻ തന്നെ ഇത് ചെയ്തത്, അവനെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ സുധിയും പറയുന്നുണ്ട്, ആ സച്ചി ഇങ്ങോട്ട് വറ്റി, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ചെയറിൽ ഇങ്ങനെ വലിയ ആളായിട്ടിരിക്കുവാണ്. ഈ സമയത്താണ് നമ്മുടെ സച്ചി കലിതുള്ളി വീടിൻ്റെ അകത്തോട്ട് കയറുന്നത്. എടാ ഓട്ടക്കാരാ, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെടാന്ന് പറഞ്ഞ് സച്ചി അകത്തോട്ട് ദേഷ്യത്തിൽ വരുവാണ്. സച്ചിയുടെ സൗണ്ട് കേൾക്കുന്നതും സുധി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുവാണ്. രവീന്ദ്രൻ്റെയും ചന്ദ്രയുടെയും ശ്രുതിയുടെയും പുറകിലൊക്കെ പോയി മാറി മാറി ഒളിക്കുവാണ്. സച്ചിയാണെങ്കിൽ സുധിയെ വിടുന്നില്ല, പോയി പിടിച്ച് എങ്ങനെയെങ്കിലും 2 പൊട്ടിക്കണം, ആ ഒരു വിചാരം മാത്രമേ സച്ചിക്കുള്ളൂ. സുധിയെ പിടിക്കാൻ മാറി മാറി ഓടുവാണ്, ഒരു ഒളിച്ചുകളി നടക്കുന്ന പോലെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ സുധി നീ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നു, നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുമല്ലേ. ശ്രുതി പറയുന്നുണ്ട്, സച്ചി വെറുതെ എന്തിനാ ശ്രുതിയെ തല്ലുന്നെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് പാലരട്ടത്തിന്റെ വിഷയമല്ല, മാറി നിൽക്ക്, അവനിട്ട് ഞാൻ 2 പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിക്കാൻ വേണ്ടി ഓടുവാണേ സച്ചി.
സച്ചി വേണ്ട സച്ചി വേണ്ട എന്ന് പറഞ്ഞ് സുധിയും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. വീട് മൊത്തം ഹോള് നിറഞ്ഞ് അവർ ഓടുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി നിർത്ത് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ. ഇവരിങ്ങനെ ഓടിക്കളിക്കുവാണ്. സുധിയുടെ ബോഡി ഗാർഡാണെങ്കിൽ അവിടെ ഇങ്ങനെ ബൊമ്മയെ പോലെ ഇങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നിന്നോടല്ലടാ ഞാൻ പറഞ്ഞത് നിർത്താൻ വേണ്ടി, ഒന്ന് നിർത്തിക്കേ, രണ്ടുപേരും കൂടി ഓടിക്കളിക്കുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി നിർത്തുന്നുണ്ട്. എങ്ങനെ നിർത്താനാണച്ചാ, ഇവൻ പറഞ്ഞതൊക്കെ അച്ഛനും കേട്ടതല്ലേ, ഇവൻ്റെ കടയിൽ വന്ന ഊമക്കത്ത് എഴുതിയത് ഞാനാണ് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ അസുഖങ്ങൾ വരൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി പിടിപ്പിച്ചതെന്ന്. അപ്പോൾ സുധി പറയുന്നുണ്ട്, പിന്നല്ലാതെ നീ തന്നെ ആ കത്തെഴുതിയെന്ന് പറയുവാണേ. സച്ചി ദേഷ്യം വന്ന് വീണ്ടും സുധിയുടെ അടുത്ത് പോയി പറയുന്നുണ്ടേ, എനിക്കിങ്ങനെ പുറകിൽ നിന്നും കുത്തുന്ന ശീലമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും നേർക്ക് നേരെയെന്ന് പറയുവാണ്. അപ്പോഴേക്ക് സുധി പറയുന്നു, നിനക്ക് എന്നോടുള്ള ദേഷ്യം കാരണമല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ കത്തൊക്കെ എഴുതുന്നത്, പിടിച്ച് നിന്നെ രണ്ടിടി തരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഏയ് പൈലി, എൻ്റെ ബോഡി ഗാർഡേ, നീ എന്താടാ ഇങ്ങനെ നിന്നോണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അത് പിന്നെ ഇത് നിങ്ങളുടെ ഫാമിലി മാറ്റർ അല്ലേ, സാറ് പറയാതെ ഞാൻ എങ്ങനെയാ ഇതിലോട്ട് ഇടപെടുന്നതെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുക, അവനെ പിടിച്ച് പുറത്താക്കടാന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി വീണ്ടും ദേഷ്യം വന്ന് സുധിയെ പിടിക്കാൻ വേണ്ടി അടുത്തോട്ട് പോകുമ്പോൾ സുധി ഓടി ബോഡി ഗാർഡിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ബോഡി ഗാർഡിനെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുവാണ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ടല്ലോ. സച്ചി ഇങ്ങനെ തലയും പൊക്കി നോക്കുവാണ് അയാളെ. പൈലിയും നല്ല ദേഷ്യത്തിൽ തന്നെ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പൈലിയുടെ ബാക്കിൽ ഒളിച്ചപ്പോഴേക്കും സുധിക്ക് ധൈര്യം കിട്ടിയ പോലെയാണ്. സുധി നേരെ നിവർന്ന് നിന്ന്, കണ്ടോ എൻ്റെ ബോഡി ഗാർഡിനെ കണ്ടോ, ഈ ഭയം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഇങ്ങനെ നല്ല ധൈര്യത്തിൽ നിൽക്കുവാണ് ബോഡി ഗാർഡിൻ്റെ പുറകിൽ. എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്, അയാൾ സച്ചി എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഓർത്തിട്ടെ. സുധി നല്ല ധൈര്യത്തിൽ നിവർന്ന് നിന്ന് പറയുന്നുണ്ട്, എടാ സച്ചി, ഇവൻ ഒരാൾ മതി, 10 പേരെ ഒറ്റയ്ക്കടിക്കും, ഇവനെ മറികടന്ന് നീ എന്നെ ഒന്ന് തൊട്ടു നോക്കണം, അപ്പോൾ കാണാം എന്നൊക്കെ സുധി നല്ല ധൈര്യത്തിൽ തന്നെ പറയുവാണേ. രേവതി പറയും, സച്ചിയേട്ടാ ഇങ്ങോട്ടേക്ക് വാ, പ്രശ്നമൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിക്ക് രേവതി. എന്നിട്ട് സച്ചി ആ ബോഡി ഗാർഡിനോട് പറയുന്നുണ്ട്, എടോ അനിയ, തന്നോട് ഞാൻ സ്നേഹത്തിൽ പറയുക, അങ്ങോട്ടേക്ക് മാറി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പൈലി പറയുന്നുണ്ട്, ഇതേ എൻ്റെ ബോസാ, ഞാനുള്ളപ്പോൾ എൻ്റെ ബോസിൻ്റെ മേത്ത് ഒരില പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സുധി, മര്യാദക്ക് അവനെ പിടിച്ച് പുറത്താക്ക്, എന്തിനാടാ നമ്മുടെ ഫാമിലി വിഷയത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തും പറയുന്നുണ്ട്, സുധിയേട്ടാ അയാളോട് പുറത്തോട്ട് പോകാൻ പറ, ഇത് നമ്മുടെ ഫാമിലി ഇഷ്യൂ അല്ലേ, പുറത്തുനിന്ന് ആരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നാണക്കേടല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഇതെൻ്റെ ബോഡി ഗാർഡാ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സച്ചി എൻ്റെ ഫാമിലി പെടുന്ന ഒരാളെ അല്ല, സ്വന്തം ചേട്ടൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കത്തെഴുതിയിരിക്കുന്നു, ഇവൻ ആരാ, ഇവൻ എൻ്റെ ഫാമിലിയൊന്നുമല്ല, ഇവൻ എൻ്റെ അനിയനും അല്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യം വന്ന് സുധിയുടെ അടുത്തോട്ട് ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി പോവാണേ. അപ്പോഴേക്കും നമ്മുടെ ബോഡി ഗാർഡ് ഇടയിൽ കയറിയിട്ട് സച്ചിയുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് തടഞ്ഞു നിർത്തുവയ്ക്കുവാണ്. എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. സുധി മാത്രം നല്ല സന്തോഷത്തിൽ ധൈര്യത്തിൽ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ബോഡി ഗാർഡ് പറയുന്നുണ്ട്, പൈലി പറയുന്നുണ്ട്, എൻ്റെ ബോസിൻ്റെ ദേഹത്തെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അനിയ മര്യാദക്ക് എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുത്ത് ഇവിടെ നിന്ന് മാറി നിന്നോ, അല്ലെങ്കിൽ സച്ചി ആരാണെന്ന് നീയും അറിയുമെന്നും പറയുവാണേ. അപ്പോൾ തന്നെ സുധി പറയുന്നുണ്ട്, നിന്റെ വിരട്ടലൊക്കെ എൻ്റെ അടുത്തേ നടക്കത്തുള്ളൂ, ഇവൻ്റെ അടുത്ത് നടക്കത്തില്ല, ഇവൻ്റെ ഒരു അടി കിട്ടിയാലുണ്ടല്ലോ നീ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ 4 ദിവസം ആവും എന്നൊക്കെ പറയുവാണേ സുധി. കൈ എടുക്കടാന്ന് സച്ചി നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പൈലി കൈ എടുക്കുന്നില്ല, അങ്ങനെ തന്നെ സച്ചിയുടെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എടാ പൈലി, അവൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, 2-3 ഇടി അവനിട്ട് കൊടുക്കടാന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യത്തിൽ പൈലിയുടെ കൈ ഒറ്റ തട്ടുമ്പോഴേക്കും സുധി ബാക്കിൽ നിന്ന് സുധി അങ്ങനെ തെറിച്ച് അങ്ങോട്ടേക്ക് വീഴുവാണ്. പിന്നെ അവിടെ പൈലിയും സച്ചിയും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. സച്ചിയുടെ ഒരടിക്ക് തന്നെ പൈലി തെറിച്ച് പുറത്ത് അങ്ങനെ മലന്ന് വീണ് കിടക്കുവാണ്. പൈലി പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇങ്ങനെ കിടക്കുവാണ്. ആ രംഗം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. സുധിയാണെങ്കിൽ അയ്യോ എൻ്റെ ബോഡി ഗാർഡ് ഇത്ര ഉള്ളൂ എന്നൊരവസ്ഥയിൽ അങ്ങനെ ചമ്മി നാറിയ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും ഇങ്ങനെ നോക്കി എന്താ നടക്കുന്നത്, എന്താ കാഴ്ച. പൈലി സച്ചി ഇടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സച്ചിയാണെങ്കിൽ ഒറ്റയടിക്ക് പൈലിയെ തെറിപ്പിച്ചിരിക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പൈലി ആ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റിട്ട് ഇരുന്ന് കരയുവാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഇതെന്താ ഹൾക്ക് കരയുന്നോ, ബോസ് എന്നെ തല്ലി ബോസ് എന്ന് പറഞ്ഞ് കരയുവാണേ. അപ്പോഴേക്ക് രേവതിയൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുവാണേ. സുധിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നാണക്കേടാവാണ്. സുധി പൈലിയോനോട് ചോദിക്കുന്നുണ്ട്, എടോ തന്നെ ഞാൻ മല പോലെ വിശ്വസിച്ചല്ലേ, ഇപ്പം ഈ കുഞ്ഞുങ്ങളെ പോലെ ഇവിടെ കിടന്ന് കരയുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പൈലി ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ, എന്നെ തല്ലി ബോസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടാ സുധി, ഇതാണോ നിന്റെ ബോഡി ഗാർഡ്?
സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ ഇരുന്ന് കരയുവാന്ന് ചന്ദ്ര കളിയാക്കുവാണേ. അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ചിരിയാണ്. സുതിക്ക് അത് കാണുമ്പോഴേക്കും ദേഷ്യം വരുവാണേ. സുതി പൈലിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. എഴുന്നേക്കടോ, എടാ എഴുന്നേക്കടാ, പൈലി എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് പയ്യെ എന്നിട്ട് എനിക്ക് പൊക്കാനും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടേ സുതി. പൈലി ലാസ്റ്റ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട്, ഇതിനാണോ ഞാൻ നിനക്ക് ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഡെയിലി കഴിക്കാൻ മേടിച്ച് തന്നിരുന്നത്? അപ്പോഴേക്കും പൈലി പറയുന്നുണ്ട്, സർ നാളെ ഞാൻ എത്ര മണിക്കാണ് വരണ്ടേന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട്, ഇനി എൻ്റെ കടയുടെ പരിസരത്ത് പോലും നീ വന്നു പോകരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ കൊല്ലും, ഇറങ്ങി പോടാ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് സുതി പുറത്താക്കുവാണേ പൈലിയെ. സുതിയുടെ മുഖഭാവം കണ്ട് നമ്മുടെ രേവതിയും വർഷയൊക്കെ ഭയങ്കര ചിരിയാണേ. സുതിയാണെങ്കിൽ സച്ചിൻ ഇങ്ങനെ പയ്യെ നോക്കുവാണ്. ഓ, ഇവൻ്റെ മുഖം കണ്ട് ഇവൻ ഇപ്പം എന്നെ തല്ലും എന്ന് തോന്നുന്നു, പയ്യെ മാറി നടക്കാമെന്ന് പറഞ്ഞ് സുതി പയ്യെ അകത്തോട്ട് കയറുമ്പോഴേക്കും സച്ചി, എടാ നിക്കടാ, ഓട്ടക്കാരാ നിക്കടാ എന്ന് പറഞ്ഞ് നിർത്തുവാണേ. അപ്പോഴേക്കും സുതി പറയുന്നുണ്ട്, ദേ എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് പറയുമ്പോഴേ സച്ചി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞു തീർക്കാനാടാ, പിന്നെ നീയല്ല എൻ്റെ ഷോപ്പിൽ അങ്ങനത്തെ കത്തൊക്കെ അയച്ചെന്നൊക്കെ പറയുവാണ് സുതി വീണ്ടും. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ആരാടാ നിന്നോട് ഈ കാര്യം പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട്, നീ ലെറ്റർ കൊടുത്ത് വിട്ടവർ തന്നെ എനിക്ക് നിന്നെ കാണിച്ചു തന്നു എന്ന് പറയുവാണ്. ആരാടെ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നല്ലേ ഞാൻ ചോദിക്കുന്നതെന്ന് സച്ചി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുതി പറയുന്നുണ്ട്, നിന്റെ കള്ളത്തരൊക്കെ കൈയോടെ ഞാൻ പൊക്കിയടാ, ഒരു വീട്ടിലിരുന്ന് കൊണ്ട് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യാൻ നിനക്ക് നാണമില്ലെന്ന് സുതി വീണ്ടും പറയുമ്പോഴേക്കും സച്ചി വീണ്ടും സുതിയെ തല്ലാൻ വേണ്ടി ഓടിച്ചിടുവാണേ. സുതി പേടിച്ച് ശ്രുതിയുടെ പുറകെ നിൽക്കുവാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, എടാ സച്ചി നീ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ ഇവൻ പറയുന്നത് കേട്ടില്ലേ അച്ഛാ, ഞാൻ തന്നെ ഓരോ ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് പെടാപ്പാട് പെട്ട് ഓടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിലല്ലേ ഞാൻ കത്തെഴുതാൻ പോകുന്നതെന്ന് സച്ചി ചോദിക്കുവാണേ. അതിനെന്തിനാടാ നീ അവനെ തല്ലാൻ പോകുന്നത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ അച്ഛാന്ന് ചോദിക്കുവാണേ. ചന്ദ്രയാണ് പിന്നെ അതിന് ബാക്കി മറുപടി പറയുന്നത്, ചെയ്ത കാര്യം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലും ഇതേ ദേഷ്യം വരുവടാ, എനിക്കും നിന്നെ തന്നെയാ സംശയം എന്ന് ചന്ദ്ര പറയുന്നുണ്ടേ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്നാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത്, അതും പോരാനായിട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു, എന്താടാ നിങ്ങൾക്ക് എന്നെ കൊല്ലണമെന്ന് ചോദിക്കുവാണ് ചന്ദ്ര. നിങ്ങൾ എന്താടാ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചന്ദ്ര ചൂടായി ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഇങ്ങനെ ഒച്ച വെക്കല്ലേ, ഇങ്ങനെയൊക്കെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചെസ്റ്റ് പെയിൻ വരുവട്ടോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പേടിയാവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ നീ ഒന്നും മിണ്ടാതിരി, സുധിയേട്ടാ സച്ചിയേട്ടൻ പറഞ്ഞില്ലേ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്, അവൻ കള്ളം പറയുവാടാ, അവൻ തന്നെ ആ കത്തെഴുതി എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന്, എൻ്റെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്നതിലേ അവൻ അസൂയ, എൻ്റെ കട പൂട്ടിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനെ ബാക്കിയുള്ളവരുടെ തൊഴിൽ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ സുധി പറയും, അവൻ തന്നെ അത് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണ്. ഇവൻ ആരാ ഇങ്ങനെ വട്ടനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുവാണേ. ആ കട നിങ്ങൾക്ക് കാണിച്ചു തന്നത് തന്നെ ഞാനല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ്. അപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല. സച്ചി ശ്രുതിനോട് ചോദിക്കുന്നുണ്ട്, പാലറേട്ടത്തി എന്താ ശരിക്കും സംഭവിച്ചത്, പാലറേട്ടത്തി പറയാന്ന് പറയുവാണ് സച്ചി. അപ്പോൾ ശ്രുതി അത് പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, പറ മോളെ എന്താ നടന്നെന്ന് പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. അമ്പലത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ ഉണ്ടായിരുന്നു എന്നും ശ്രുതി ഫോണിലുള്ള ഫോട്ടോ കാണിച്ചപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഇയാൾ തന്നെയാണ് ഈ ലെറ്റർ തന്നെയെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തെന്നൊക്കെ ശ്രുതി പറയുവാണേ. അപ്പോൾ ഇതാണല്ലേ നടന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. സച്ചി ദേഷ്യം കാരണം വീണ്ടും ബഹളം വെക്കുവാണ്. എടാ ശ്രുതി, ഇങ്ങനെയൊക്കെ ഒരാൾ നിന്നോട് പറയുമ്പോഴേക്കും നിനക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ചാൽ നേരെ എന്നെ അപ്പം തന്നെ വിളിച്ചൂടെ, ഞാൻ അവിടെ വന്ന് അവനെ പിടിച്ച് 2 അടി അടിച്ച് ഉള്ള സത്യങ്ങളൊക്കെ പറയിച്ചാനായിരുന്നല്ലോ എന്ന് പറയുവാണ്. നീ തന്നെയാണ് അത് ചെയ്ത് എനിക്കറിയാമെന്ന് ശ്രുതി വീണ്ടും വീണ്ടും ആവർത്തിക്കുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നതേ, മര്യാദക്ക് മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ നിന്റെ വായിലെ പല്ല് 32 ഞാൻ തെറിപ്പിച്ചിടുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം തോന്നുന്നു എന്ന് പറയുവാണ്. ശ്രുതിക്ക് അത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ടെൻഷനാവുകയാണേ. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളുടെ ചേട്ടൻ ലാസ്റ്റ് അമ്പലത്തിലൊരു സന്യാസിനെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു അയാൾ തന്നെയാണ് നിങ്ങളുടെ ചേട്ടൻ്റെ ഷോപ്പിലോട്ട് ഇങ്ങനെ ഊമ കത്തുകളൊക്കെ അയച്ചിരുന്നതെന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചിയും അതേപ്പറ്റി ആലോചിക്കുവാണ്. ശ്രുതിക്ക് ടെൻഷനാവും, കാരണം രേവതി പറഞ്ഞത് സത്യമാണല്ലോ, നവീനാണല്ലോ ആ കത്തൊക്കെ അയച്ചത്. സച്ചിയും പറയുന്നുണ്ട്, ശരിയാ എനിക്കും അത് ശരിയാന്ന് തോന്നുന്നു. അയാടാ ശ്രുതി, ആ കത്തയക്കുന്നവനെ നിന്നെ പ്ലാൻ ചെയ്ത് അമ്പലത്തിലോട്ട് വിളിപ്പിച്ച് നിന്റെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു കഴിഞ്ഞു, അയാൾ വേറെ എന്തൊക്കെയോ നിന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സച്ചി പറയുവാണേ. ശ്രുതിയൊന്നും മിണ്ടാതെ നിൽക്കുവാണ്. സച്ചി പറയുന്നുണ്ട്, അപ്പോൾ തന്നെ എന്നെ അവിടെ വെച്ച് തന്നെ ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് അവനെ കൊണ്ട് 2 അടിയൊക്കെ തല്ലി അവനെ കൊണ്ടുള്ള നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയിച്ചാനായിരുന്നു എന്ന് പറയുവാണേ. ശ്രുതി ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ ശ്രുതി നീ സച്ചി പറഞ്ഞതുപോലെ ചെയ്താൽ മതിയായിരുന്നു, അവിടെ തന്നെ ഇവനെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തിന്, എനിക്ക് തോന്നുന്നത് ദേ ഇവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നാണെന്നാണ് ചന്ദ്ര വീണ്ടും പറയുന്നത്.
സച്ചിയേട്ടൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലെന്ന് രേവതി ചൂടാവുകയാണെ ചന്ദ്രനോട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വിട് രേവതി, ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് ഇവർക്കൊന്നും ആദ്യമായിട്ടൊന്നല്ല, ഇത് പണ്ടേ ഉള്ളതാ. അതുപോലെ തന്നെ അവനും ചെയ്യാത്ത കാര്യം എൻ്റെ തലയിൽ കെട്ടിവെച്ച് തരുന്നതും അവനും ആദ്യമായിട്ടൊന്നല്ല, ഇവനും പണ്ടേ ഇതുള്ളതാന്നൊക്കെ പറയുവാണേ. സച്ചി കൊള്ളിച്ച് പറയുവാണ്. ശ്രുതിക്കും ചന്ദ്രക്കും അത് കേൾക്കുമ്പോഴേക്കും കൊള്ളുന്നുമുണ്ടേ. ശരി, അത് വിട്, സച്ചി ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് സുധിയോട്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാണച്ച എനിക്ക് ഈ കത്ത് അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നീ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവൻ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ടെൻഷൻ ആവുകയാണ്. ഇനി സച്ചി എങ്ങാനും ആളെ കണ്ടുപിടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് ശ്രുതിക്ക്. അത് പിന്നെ അതൊരു സ്വാമിയാരുടെ വേഷത്തിലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സ്വാമിയാരാണോ ഈ ലെറ്ററൊക്കെ അയച്ചിരുന്നത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഈ നാട്ടിലെ പോലീസിൻ്റെ വേഷമിട്ട് എന്തോരം കള്ള പോലീസ് നടക്കുന്നുണ്ട്, അവരെയൊക്കെ കണ്ടാൽ നീ വിശ്വസിക്കുവാടാ. എടാ, സ്വാമിയാരുടെ വേഷം കെട്ടിയ കള്ളനായിരുന്നിരിക്കും അത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ചിലപ്പോൾ സുധിച്ചേട്ടനെ പേടിപ്പിച്ച് പൈസ തട്ടിയെടുക്കുക എന്നതായിരിക്കും അയാളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷേ പൈസ ചോദിച്ച് ഇതുവരെ ആരും വന്നില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി അവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ, കാരണം ശ്രുതിനോട് പൈസ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരിയാ, പൈസ ചോദിച്ച് ഇതുവരെ ആരും വന്നില്ല, അപ്പോൾ പൈസ അല്ല അയാളുടെ ലക്ഷ്യം, വേറെ എന്തോ ഒന്നാണെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുവാണ് എന്തായിരിക്കും ആ കാര്യം എന്ന് പറഞ്ഞ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ സുധി, നിന്നെ ഒരാൾ കത്തുകൾ എഴുതി പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ സുധി പറയും, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാടാ നീ പറയുന്നേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ചെയ്യാത്ത തെറ്റ് എന്തെങ്കിലും ഉണ്ടോടാന്ന് സച്ചി ചോദിക്കുവാണേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഒന്നെങ്കിലും നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണണം, അല്ലെങ്കിൽ നിൻ്റെ കൂടെയുള്ളവരിൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ കത്തുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്നതെന്നൊക്കെ പറയുവാണേ. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, ആ ഇത് കറക്റ്റാ, ഞാനൊരു നോവലിൽ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓമക്കത്തുകൾ അയക്കുന്നവരെ എന്തെങ്കിലും അവരെ പറ്റിയുള്ള രഹസ്യം അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓമക്കത്ത് അയക്കുന്നത്. ഒന്നെങ്കിൽ സുധിയേട്ടൻ അല്ലെങ്കിൽ സുധിയേട്ടൻ്റെ കൂടെയുള്ളവരിൽ ആരുടെയോ ഒരു രഹസ്യം അയാൾക്കറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് വർഷയും പറയുന്നുണ്ട്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും പേടിയാവുകയാണേ. ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി സുധിയേട്ടൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ഇവനായിരിക്കും തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതിയും നല്ല പേടിച്ച ടെൻഷനിൽ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രണ്ടുപേരും സച്ചി ബാക്കി ഫുള്ളാക്കാതെ ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും സച്ചിയും ശ്രുതിയെ ഇങ്ങനെ മാറി മാറി നോക്കുവാണേ. എന്തിനാടാ നീ ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നാണോ നീ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഫ്രോഡല്ലേ, പറയാൻ പറ്റില്ല എന്ന് പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാടാ സച്ചി അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ സുധി, നിനക്കേതായാലും ഒരു കാര്യം മനസ്സിലായല്ലോ, സച്ചി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ അവൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ന്യായമുണ്ട്. ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, സുധിയേട്ടൻ ഈ വീട്ടിൽ തന്നെ എന്തോരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പിടിക്കപ്പെടാറുമില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ അത് ശരിയാ, പിടിക്കപ്പെടാതെയുള്ള തെറ്റുകൾ ചെയ്യാനുള്ള ടാലൻ്റ് ഒന്നും ഈ സുധിയേട്ടൻ ഇല്ലെന്ന് പറയുവാണേ. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സുധി, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുവാണ്, ഇങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അച്ഛൻ ഈ പറഞ്ഞതാണ് ന്യായം, എടാ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്ക്, ഇതിനൊക്കെ ഇതേ വഴിയുള്ളൂ എന്ന് സച്ചിയും പറയുവാണേ. ഞാനും വരാം വാടാന്ന് പറഞ്ഞിട്ട് സച്ചി സുധിയും കൂട്ടി പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി തടയുവാണേ. ഹേയ് വേണ്ട വേണ്ട, എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുക്കുന്നേ? അപ്പോഴേക്കും രേവതി പറയും, പിന്നെ പരാതി കൊടുക്കണ്ടേ, ആളാരാണെന്ന് അറിയണ്ടേ എന്ന് പറയുമ്പോഴേക്കും, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ പാർലറിലും ഇതുപോലെ ആളുകൾ പൈസക്ക് വേണ്ടി തട്ടിപ്പ് നടത്താൻ വേണ്ടി വരാറുണ്ട്, നമ്മൾക്ക് ഭയമില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെത്താനെ മാറിപ്പോയിക്കോളും. ശ്രുതിയോട് ഞാനിത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പൈസക്ക് വേണ്ടിയിട്ടുള്ള പണിയായിരിക്കും ഇതെന്നൊക്കെ, പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നൊക്കെ ശ്രുതി പറയുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതും ശരിയാ, കടയിലൊക്കെ അപ്പോൾ പോലീസുകാർ വന്നിറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഷോപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നേ കാണുന്ന ആളുകളൊക്കെ വിചാരിക്കത്തുള്ളൂ, അത് നിങ്ങളുടെ കച്ചവടത്തിനെ ബാധിക്കും എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നത്, അതാ ഞാനും പറഞ്ഞത്, ഇത്തവണത്തേക്ക് വിട്ടേക്ക്, ഇനിയും ഇതുപോലൊരു കത്ത് വരുവാണെങ്കിൽ നമുക്കപ്പം നോക്കാം എന്ന് പറയുവാണ്. സച്ചിക്ക് പക്ഷേ ഈ ശ്രുതി പറയുന്നതിലൊക്കെ നല്ല സംശയമുണ്ട്. സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് ശ്രുതിയെ. അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട്, ശ്രുതി പറഞ്ഞത് ശരിയാ, ഇനി ഇതുപോലൊരു ലെറ്റർ വരുമ്പോൾ നമുക്കപ്പം നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ആ ഹോളിൽ നിന്നും പിരിഞ്ഞു പോവുകയാണേ. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ എന്തേ ആലോചിക്കുന്നത്, സച്ചിയേട്ടൻ അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഹേയ് പാലറേട്ടത്തിയെ ഇടയിലെ ബ്യൂട്ടി പാർലറിൻ്റെ വിഷയം പറഞ്ഞ് ആ
ആ വിഷയം തന്നെ ടോപ്പിക്ക് തന്നെ മാറ്റിക്കളഞ്ഞു. ഇതേ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എൻ്റെ തലയിൽ കെട്ടിവെച്ച കുറ്റമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ആ കത്തയച്ചത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് സച്ചി പറയുവാണേ. ശ്രുതി ഇത് കേട്ട് അവിടെ പേടിച്ച് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.